നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നൽകിയ ജനവിധി പഠിക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും CPMന്റെ നേതൃയോഗങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങും. തെരഞ്ഞെടുപ്പ് തിരിച്ചടി CPMന്റെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയ ശേഷമുള്ള നേതൃയോഗങ്ങളാണിത്. ജനവിധിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തെറ്റിതിരുത്താനുള്ള CPM മാർഗരേഖയ്ക്ക് നേതൃയോഗം അന്തിമ രൂപം നൽകും. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ശൈലിയും പ്രവർത്തന രീതിയും തിരുത്താനുള്ള നടപടികളാവും നേതൃയോഗങ്ങളിൽ കൈക്കൊള്ളുക. ഇതിനായുള്ള മാർഗരേഖയും നേതൃയോഗങ്ങളിൽ തയ്യാറാക്കും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉറപ്പാക്കി ജനങ്ങളുമായുള്ള ബന്ധം വീണ്ടെടുത്ത് പാർട്ടിയെ എല്ലാ തലങ്ങളിലും ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളാവും മാർഗരേഖയിൽ ഉണ്ടാവുക. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടിയും ഭരണവും ഉൾപ്പെട്ടിരുന്ന വിശദമായ തെറ്റുതിരുത്തൽ രേഖയാവും സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവർ ഉൾപ്പെട്ട പങ്കെടുത്ത 4 മേഖലാ യോഗങ്ങൾ ഇതിനിടയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ജില്ലാ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഭരണത്തിനും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് BJPയിലേക്കുള്ള വോട്ടൊഴുക്കിനെ ഗൗരവമായിട്ടാണ് പാർട്ടി കാണുന്നത്. ചില സാമുദായിക സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞും വിമർശനങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവും മാർഗരേഖ തയ്യാറാക്കുക. പാർട്ടിയുടെ താഴെത്തട്ടിൽ ജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാനുള്ള നീക്കങ്ങളും ആവിഷ്കരിക്കും. പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകളിലെ ചോർച്ച ആഴത്തിൽ പരിശോധിച്ച് പരിഹാരം കാണാനും നീക്കമുണ്ടാവും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ CPI തള്ളിക്കളയുന്നുണ്ട്. ഇരു പാർട്ടികളും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ CPI സ്ഥാനാർത്ഥികൾക്ക് CPM പിന്തുണ ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നിച്ചാണ് മത്സരിച്ചത്. വയനാട്ടിൽ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇനി മുന്നിലുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് ശ്രദ്ധ. BJP സ്ഥാനാർത്ഥി ജയിച്ച തൃശ്ശൂരിൽ നടന്നത് ശക്തമായ പോരാട്ടമാണ്. പ്രധാനമന്ത്രി മോദി നിരവധി തവണ തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയത് ഫലം കണ്ടു. മുൻ കേരള മുഖ്യമന്ത്രിയുടെ മകൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതും പോരാട്ടം ശക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടന്നുവെന്ന് രാജ പറഞ്ഞു.